വിശദമായൊരു ബിരിയാണി വേറെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇത്. ചിക്കൻ ബിരിയാണിയാണ്. കുറച്ച് വിശദമായിട്ടാണ്. വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പുതിനയിലയും മല്ലിയിലയും കുറച്ചുള്ളി, സവോള, ഒരു 4 ഏലക്കായ, ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലം, നമ്മുടെ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന സാധനം, 2 ഇല, നമ്മുടെ ഈ ഇലവങ്കത്തിൻ്റെ ഇല, ജാതിപത്രി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ജാതിപത്രി, ഒരു 1.5 സ്പൂണോളം ഉപ്പ്, 2 സ്പൂൺ നെയ്യ്. ഇത്രയുമായിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി, ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ 20 മിനിറ്റ്, അരമണിക്കൂർ വരെ ആയാലും കുഴപ്പമൊന്നുമില്ല, മുക്കി വെച്ച് അത് ഊറ്റി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഊറ്റി ഇതായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇടും. തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ വെള്ളം തിളച്ച് അതിലേക്ക് അരി ഇട്ടു. ഞാൻ 2 കാര്യം കൂടി നേരത്തെ പറയാൻ വിട്ടുപോയി. ഇതിൽ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട്. ഏകദേശം 100 ഗ്രാമോളം വരും. അതുപോലെ ക്യാരറ്റ് അരിഞ്ഞതും ഇട്ടിട്ടുണ്ട്. അത് അധികമൊന്നും വരില്ല, ഒരു 10-20 ഗ്രാം വരുള്ളൂ. അപ്പോൾ ക്യാരറ്റ് കൂടി ഞാൻ അധികമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് അടച്ചു വയ്ക്കും. ക്ലോസ്ഡ്, ഭയങ്കരമായി ടൈറ്റായിട്ടല്ല വയ്ക്കുന്നത്, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുന്നു. ഒരു 3/4 വേവ് അത്രയും മതി. ഞാനിവിടെ പ്രഷർ കുക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെച്ച് നിങ്ങളുടെ പ്രഷർ കുക്കർ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അടികട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രമായാൽ മതി. ഞാനിവിടെ അടികട്ടിയുള്ള ഒരു പ്രഷർ കുക്കറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചൊന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതൊരു 3/4 വേവ് അരി, അതുവരെ അത് വേവട്ടെ. നമ്മളിപ്പോൾ അരി ഒരു 3/4 വേവായിട്ടുണ്ട്. അത് മാറ്റി വെച്ചു. ഇവിടെ അടുത്ത പള്ളിയിൽ പെരുന്നാളാണ്, അതുകൊണ്ടൊന്നും പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കൊണ്ടാം. ഞാൻ ഇതിലേക്കൊരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു. നമ്മളത് വീണ്ടും ഇതാക്കും. ഇപ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മൾ വറുത്ത് കൊടുക്കും. ആദ്യം അണ്ടിപ്പരിപ്പ്, വളരെ അധികം അണ്ടിപ്പരിപ്പ് വേണമെന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് വേണം. അതൊന്ന് മൂക്കണം, ഒന്ന് ചുവന്ന് വരണം. ആ രീതിയിലൊക്കെ ആയിട്ട് ഇതാക്കാം. അതിന് എല്ലാ ഭാഗത്തും അതിന് മുകളിൽ നെയ്യ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചുവന്ന് കിട്ടും. അപ്പം അത് ചുവന്നു വരുന്നു. അതിനോടൊപ്പം ഉണക്കമുന്തിരിയെ കൂടി ഇട്ട് കൊടുക്കുന്നു. ഉണക്കമുന്തിരി ഇട്ട് കഴിഞ്ഞാൽ തീയെ കുറച്ച് വയ്ക്കുക. മുന്തിരി ഈ നെയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അത് വീർത്ത് വരും. ഇത് തന്നെയാണ് അതിൻ്റെ പാകം. അടുത്ത വേണമെങ്കിൽ ഇതിനോടൊപ്പം വേപ്പില ഇടുന്നൊന്നും ടേസ്റ്റുള്ളൊരു കാര്യം കേട്ടോ. ഇവിടെ ഇടുന്നില്ല. വേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, അതൊരു ടേസ്റ്റുള്ള കാര്യമാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിക്കും കോരിയെടുത്ത് അത് മാറ്റും. നമുക്കിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെന്താ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അത് ബിരിയാണിയിലേക്ക് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് വറുത്തെടുത്തിട്ട് മാറ്റും.
ചില ആൾക്കാർ ഈ സമയത്ത് ഉള്ളി മൂപ്പിച്ചെടുക്കും. ഉള്ളി മൂപ്പിച്ചെടുക്കല്ല, വറുത്തെടുക്കും. വേണമെങ്കിൽ ചെയ്യാം, അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ഉള്ളി വറുത്തെടുക്കുന്നില്ല, പകരം അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ഇടുന്നുള്ളൂ. ചില ആൾക്കാർ പറയും ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുന്നത് ഒരു പായസം ലുക്ക് ഉണ്ടാവുന്ന, പക്ഷെ എനിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അതുണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി അല്ലി അരിഞ്ഞത്, ഒരു 1 ഇഞ്ച് കനമുള്ള ഇഞ്ചി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് വട്ടത്തിൽ. ഇതിൽ തന്നെ നിങ്ങൾക്ക് സാലഡിനുള്ള ഇത് കൂടി എടുക്കാം. അതുകൊണ്ടാണ് ഇതിനകത്തൊക്കെ കൂടുതൽ കാണുന്നത്. ഞാൻ സാലഡിനുള്ള കൂടി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട ശേഷം ഒന്ന് ഇളക്കുക. അധികം നേരം വേണ്ട, ഒന്ന് 2-3 സെക്കൻഡ് നേരം ഇളക്കിയാൽ മതി. തീ ലോ ഫ്ലെയിമിൽ നിന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഏലക്കായും സാധനങ്ങളൊന്നും ഇടുന്നില്ലേ എന്ന് ചോദിക്കും. അത് ഇടാനുള്ള സമയമായിട്ടില്ല. ഞാൻ അതിന് പകരം ഗരം മസാലയായിട്ടാണ് ഇതിനകത്തേക്ക് ഇടുന്നത്, പൊടിയായിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് അത് ഇടാത്തത്. ഇതിലേക്കൊരു 3 സവോള, മീഡിയം സവോള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത്. ഞാൻ ഇതും കുറച്ച് സാലഡിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഇതിനകത്ത് ബാക്കിയത് ഇടാം. അതിട്ട ശേഷം തീ കൂട്ടി വയ്ക്കാം. സവോള നേരത്തെ നമ്മളൊക്കെ കറക്കി ചെയ്തിരുന്ന പോലെ ഒന്ന് മൂത്ത് വരണം. പക്ഷെ ഇവിടെ മൂത്ത് ബ്രൗണിഷ് കളറൊന്നും ആവണ്ട, ട്രാൻസ്പെറൻറ്റും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. കാരണം ബാക്കിയെല്ലാം ഈ ബിരിയാണിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒന്ന് ഇളക്കിടാം, ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് വാടി വന്നു, ഒരു മണമൊക്കെ വരാൻ തുടങ്ങി. ഇത്രയുമായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത്, ഞാൻ നേരത്തെ പോലെ കുറച്ച് ഭാഗം സാലഡിനായിട്ട് വയ്ക്കണം. 2 തക്കാളി അരിഞ്ഞത്, 2.5 തക്കാളികളും കഷ്ടി ഞാൻ മുറിച്ച് വെച്ചിട്ടാണ്. അതിൽ 1/2 തക്കാളി ഞാൻ സാലഡിനായിട്ട് എടുത്തു വെച്ചു. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ തക്കാളി ഉള്ളി പോലെയല്ല, കുറച്ചൊന്ന് ഉടഞ്ഞു വരണം. അപ്പോൾ തക്കാളി വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വയ്ക്കും, അതൊന്ന് വെന്ത് വരണം. ഇപ്പോൾ തക്കാളിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നത് ഒരു മണമൊക്കെ വന്നു. ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് പൊടികളിടാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ആദ്യം ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി, അധികമൊന്നും വേണ്ട, ഒരു 1/4 സ്പൂൺ കിട്ടാൻ മതി. രണ്ടോ 3 സ്പൂൺ മല്ലിപ്പൊടി. ഞാനിവിടെ 2.5 സ്പൂണാണ് ഇടുന്നത് കേട്ടോ. ഒരു സ്പൂൺ ഞാൻ നേരത്തെ പറഞ്ഞ ഗരം മസാല, ഒരു 3 സ്പൂൺ മുളക് പൊടി. ഞാനവിടെ 3 സ്പൂൺ ഇടാൻ കാരണം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് വളരെയധികം കുറവായി. എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 2 എണ്ണം തന്നെ ധാരാളമാണ് കേട്ടോ. 1 സ്പൂൺ കുരുമുളക് പൊടി. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. ഇതിൻ്റെ കൂടെ ചിക്കൻ മസാല, ഞാൻ ഇവിടെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്.
പൗഡർ ചിക്കൻ മസാല ഒരു 3 സ്പൂണോളം ചിക്കൻ മസാല ഞാൻ ഇടുന്നു. നന്നായി ഇളക്കുക. ഈ മസാലകളൊക്കെ ഒന്ന് മൂക്കണം. പ്രത്യേകിച്ച് മല്ലി, അതാണ് കുറച്ചധികം മൂക്കാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സ്വാദുണ്ടാകാനുള്ളൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. ഓരോ മസാലയും ഇട്ടതിന് ശേഷം അപ്പം തന്നെ ഇളക്കുക. അതായത് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കുക, മല്ലിപ്പൊടി ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കുക, മുളക് പൊടി ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. അങ്ങനെയായിട്ട് ഇളക്കി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം കൂടി ഒരുമിച്ച് ഇളക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യും. മല്ലിപ്പൊടി ഇട്ടിട്ട് ഇളക്കുന്നത് കുറച്ചധികം കൂടുതൽ നേരം വേണം, കാരണം മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് നോക്കണം. അത് ചില സമയങ്ങളിൽ നിങ്ങൾ മേടിക്കുന്ന മല്ലിപ്പൊടിയുടെ ഇതൊക്കെ അനുസരിച്ചിരിക്കും, ചിലപ്പോൾ കൂടുതൽ നേരമെടുക്കും അത് മൂക്കാൻ. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം മല്ലിയില, അല്പം തന്നെ മതി, വിശദമായിട്ട് നമ്മൾ വേറെ ഇടും. അപ്പോൾ അതുകൊണ്ട് അല്പം മല്ലിയില ഒന്നുകൂടി ഇളക്കുക. ഇതിനെ വേറൊരു ടേസ്റ്റിലേക്ക് എത്തിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടുള്ള ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ കുറച്ച് ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കൂളി ചെയ്തിട്ടുള്ള ചിക്കനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വലുതായിട്ട് അത് കഴുകാൻ നോക്കരുത്. അത് ചില ആൾക്കാരുണ്ട് വൃത്തി ഭയങ്കരമായിട്ടതായിട്ട് അത് കഴുകാൻ നിൽക്കും. നിങ്ങൾ അതിൻ്റെ മുകളിലുള്ള ബ്ലഡിൻ്റെ സ്റ്റെയിൻസ് ഒന്ന് കളഞ്ഞാൽ മതി. അതും ഒന്ന് കളഞ്ഞാൽ മതി, കൂടുതൽ വിശദമായിട്ടൊന്നും കളയാൻ നിൽക്കരുത്. അപ്പോൾ ചിക്കന് ഒരു ജ്യൂസി ഫ്ലേവർ ഉണ്ടായില്ല, വല്ലാണ്ട് കഴുകുകയും. അപ്പം അത് ഒന്ന് നോക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ സ്ഥലത്തും എല്ലാ ചിക്കൻ്റെ മുകളിലും മസാല പിടിച്ച് ഒന്നായിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വീണ്ടും 1 സ്പൂണ് നെയ്യ്, എന്നിട്ടിത് അടച്ചു വയ്ക്കും. വെള്ളമൊന്നും ഒഴിക്കണ്ട. ചിക്കനിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കൊടുക്കും. ചിക്കൻ വെന്തിട്ടില്ല. അപ്പോൾ ചിക്കനൊക്കെ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചിക്കനിന്ന് വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞു. വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കുക. ഇത് വെന്ത് അലിയൊന്നും വേണ്ട. ചിക്കനൊരു 3/4 വേവായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്തോളൂ. ഇതിലേക്ക് 1 കപ്പ് നല്ല തൈര്, തൈര് നന്നായി ഒന്ന് ഇളക്കുക. ആ തൈര് എല്ലാ ചിക്കൻ്റെ മുകളിലും പിടിക്കണം, എന്നാലേ ഒരു ടേസ്റ്റിനോട് ഇതിന് പൊടിപ്പും ഒരല്പം മധുരവും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ചാറ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇട്ട മുളകൊക്കെ ഒന്ന് ബാലൻസും ഈ തൈര് ഒഴിക്കുന്നതിന് മുമ്പ് നേരെ ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര എരിവുള്ള പോലെ തോന്നും. പക്ഷേ ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ആ എരിവ് കൂടി കോമ്പൻസേറ്റ് ചെയ്ത് പോകും.
ഇത്രയുമായി ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു. തൈരൊന്ന് വെന്ത് തൈരൊന്ന് തിളച്ച് വന്നിട്ടുണ്ടാവും. തിളയൊക്കെ വന്നു. വേണമെങ്കിൽ അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഒരൽപ്പം വെള്ളം ഇതിനകത്തേക്ക് ചേർക്കും. കാരണം ഗ്രേവി നല്ല രീതിയിൽ ഉണ്ടാകണം, മസാല നല്ല രീതിയിൽ ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു ഒന്നുകൂടി ആവാം. ഇനി നമുക്ക് ചിക്കനൊക്കെ ആവശ്യത്തിനായി ഇനി നമുക്ക് ഇതിലേക്ക് ചോറിട്ടു. ചോറിടുന്നതിന് മുമ്പ് ആദ്യം ചിക്കനും അതുപോലെ തന്നെ ഗ്രേവി ഒന്ന് പരത്തിയിടും. അതിനുശേഷം നമുക്ക് ചോറിട്ട് തുടങ്ങും. ആദ്യത്തെ ലെയർ നമ്മൾ ഇടുന്നു. നേരത്തെ ഊറ്റി വെച്ചിരുന്ന ചോറ് ഉപയോഗിച്ച് നമ്മൾ ആദ്യത്തെ ലെയർ ഇടും. നമ്മളിപ്പോൾ ഇവിടെ 2 ലെയറായിട്ടാണ് ചോറിടുന്നത്. കുറച്ച് ചോറിട്ട് കഴിഞ്ഞാൽ അത് ഈ ചിക്കൻ്റെ മുകളിലേക്ക് പരത്തിയിടും. ചിക്കൻ ഈ ചോറിൽ മൂടിയിടും. കുറച്ചുകൂടി ചോറിടാം, കാരണം ഈ സ്ഥലത്തേക്ക് ആയിട്ടില്ല. ഇത് നല്ല ചൂടുണ്ട്. നമ്മൾ ഇത് ശീലമായതുകൊണ്ടാണ് കൈ കൊണ്ടൊക്കെ എടുത്തിരുന്നത്. സത്യത്തിൽ നല്ല ചൂടുണ്ട് ഇടാം. ആദ്യത്തെ ലെയർ അതിന് മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ടുണ്ട് ഒരു ലെയർ ഇടും. പുതിനയില നിർബന്ധമാണ്, അത് ഒരിക്കലും ഒഴിവാക്കരുത്. പുതിനയിലയും മല്ലിയിലയും കൂടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം വേപ്പില പൊടിച്ച് ചേർക്കാം. വേപ്പില അങ്ങനെ തന്നെ ഇടരുത്, പൊടിച്ച് ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാകും. അപ്പം അതിൻ്റെ ഒരു ലെയർ ഇടാം. അതിനുശേഷം അല്പം ക്യാരറ്റ് അരിഞ്ഞത് അതിന് മുകളിലൊരു ലെയറായിട്ട് ഇടും. ഇത് രണ്ടാമത്തെ ലെയർ നിങ്ങളുടെ ക്യാരറ്റ്. അത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെയും ഒരു ലെയർ ഇടാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ബേക്കറികൾ ടൂട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞൊരു സാധനം കഴിക്കും. ഈ പപ്പായയുടെ കഷ്ണങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ഒരു ലെയർ ഇടാം. ഇതും നിങ്ങൾ മിക്സ് ചെയ്യാതെ ചെയ്താൽ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കൂടുതലുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കുമ്പോൾ ഇതൊരു മധുരം ഉണ്ടാക്കുകയില്ല. ഇത് മധുരമല്ല ഉണ്ടാക്കുക, ഒരു എന്താ പറയുക, ഒരു മണവും ഇതൊക്കെയാണ് സാധാരണഗതിക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം
വീണ്ടും അടുത്ത ലെയർ ചോറിടും. ചില ആൾക്കാരുടെ ചോറ് കട്ട നമുക്ക് ഉടയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അങ്ങനെ കട്ടയാവാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ അരി വേവിക്കുന്ന ടൈമിൽ വേവിക്കാനായിട്ട് നിങ്ങളുടെ വെള്ളം എടുത്ത് വയ്ക്കുന്ന ടൈം, ആ സമയത്ത് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കും. പകുതി മതി, അധികം നാരങ്ങ വേണ്ട. പകുതി നാരങ്ങ നിങ്ങൾ പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കും. അതുപോലെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉണങ്ങിയ നാരങ്ങ ഒരെണ്ണം ചേർക്കുന്നത് ടേസ്റ്റ് കൂടാൻ സഹായിക്കും. ഇത് വീണ്ടും ലെയറായിട്ട് ഇതിന് മുകളിൽ അടുക്കും. ലെയറായിട്ട് അടുക്കി കഴിഞ്ഞാൽ നേരത്തെ ചെയ്തിരുന്നതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെയും ഒരു വെതർ ഒരു ലെയർ അതാക്കുക. അതുപോലെ പുതിനയും മല്ലിയിലയും കൂടിയിട്ട് ഒന്ന് വെതർ. ഇത് നേരത്തെ എത്ര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നേരത്തെയാണ് ഈ നടുവിലുള്ള ഭാഗത്താണ് കൂടുതലായിട്ട് നിങ്ങൾ ഇടേണ്ടത്. മുകളിൽ അത്രയ്ക്കും വേണമെന്നൊന്നും നിർബന്ധമില്ല. അത് കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ ഒരു പച്ച തക്കാളി നിങ്ങൾക്ക് എക്സ്ട്രാ ഇടണമെങ്കിൽ അരിഞ്ഞിടുന്നത് മുകളിൽ ഇടുന്നത് ടേസ്റ്റ് ഉണ്ടാക്കുന്നൊരു സാധനമാണ്. പച്ചത്തക്കാളി അതുപോലെ തന്നെ സവോള അധികം ഒന്നും വേണ്ട, കുറച്ച് ഒരു 3-4 കഷ്ണം തക്കാളിയും അതുപോലെ 3-4 കഷ്ണം സവോളയും നമ്മൾ ഇതിന് മുകളിലിടുന്നത് ടേസ്റ്റ് ഉണ്ടാക്കാൻ നല്ലതാണ്. ഇനി ഇതിന് മുകളിലേക്ക് അല്പം നേരത്തെ പോലെ ടൂട്ടി ഫ്രൂട്ടി ബദല. ഇത് മിസ് ചെയ്യാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സാമാന്യ ടേസ്റ്റാണ് എന്ന് തന്നെ ഞാൻ പറയും. ഇനി ഇതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ നെയ്യ്, നെയ്യ് ചൂട്ടത്ത് ഉരുകി താഴത്തേക്ക് പൊക്കോളും. അപ്പം അതുകൊണ്ട് അതൊരു വിഷയമായിട്ടുള്ള കാര്യമല്ല. അത്രയും ഒഴിച്ച ശേഷം ഇത് നന്നായി അടച്ചു വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ മേൽമാവ് കൊണ്ട് ചുറ്റും കെട്ടാം. ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. പകരം അല്പം വെയിറ്റുള്ള ഒരു സാധനമാണ് വയ്ക്കുന്നത്. ഈ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇടിച്ച് ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരലാണ്. അത് ഇതിന് മുകളിലേക്ക് കമിഴ്ത്തി വയ്ക്കും. ഒരു 20 മിനിറ്റ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 20 മിനിറ്റ് ഇങ്ങനെ അനങ്ങരുത്. ഒരു 20 മിനിറ്റൊക്കെ ഉണ്ട്. 20 മിനിറ്റ് ആയി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യും. ഇത് തുറക്കൊന്നും ചെയ്യരുത്. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ദമ്മാണ് നിങ്ങൾ ഒട്ടിക്കുകയാണ് ചെയ്തില്ലെങ്കിൽ അത് പൊട്ടിക്കരുത്. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഒരു 1 മണിക്കൂറെങ്കിലും ഇതുപോലെ വയ്ക്കുക. 1 മണിക്കൂറെങ്കിലും നിങ്ങൾ 3-4 മണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് പൊട്ടിച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടെ ബിരിയാണി ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുമ്പോഴല്ല, എപ്പോഴും കുറച്ച് നേരം ഇരുന്ന് അത് റെസ്റ്റ് ചെയ്ത് അതൊന്ന് ബാലൻസ് ആയതിനു ശേഷമാണ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇളക്കുന്നതുമാണ് നന്നാവും. അപ്പോൾ ഇതിപ്പം 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി ഒരു 1 മണിക്കൂർ ഇതേ രീതിയിൽ ഇടും. അതിന് ശേഷമാണ് നമ്മൾ ഇളക്കുന്നത്. അത്
2 മണിക്കൂർ 3 മണിക്കൂറോ ഈവൻ 4 മണിക്കൂർ വരെ നിങ്ങൾക്ക് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് ഇളക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ബിരിയാണി നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം ഈ അവസ്ഥയിൽ ഇരിക്കണം. അപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണ്. മുകളിലുള്ള വെയിറ്റ് മാറ്റി അപ്പോൾ നമ്മൾ മുകളിലിട്ടിരുന്ന ഇലയും നെയ്യും ഒക്കെ താഴേക്ക് പോയി ഇനി നമ്മളൊന്ന് ഇളക്കിയിടുകയാണ്. അടിയിലുള്ള മസാലയൊക്കെ മുകളിലേക്ക് മതിയോ. വാവ്, അതൊക്കെ ഒന്ന് ചേർന്ന് വരും. അടിയിലുള്ള മസാലയും ചിക്കനും ഒക്കെ ഒന്ന് മുകളിലേക്ക് വന്നു. ചിക്കനൊക്കെ വെന്ത് കയ്യിൽ കൊള്ളുമ്പോഴേക്കും ഇറച്ചി വീഴുമോ അത്രയും ലെവൽ. അപ്പം ഇത്രയാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണം. ഞാൻ മുമ്പൊരു ഈസി ബിരിയാണിയാണ് ഉണ്ടാക്കിയിരുന്നത്, എന്നാൽ ഇത് കുറച്ചുകൂടി വിശദമായിട്ടുള്ള ബിരിയാണിയാണ്. നമുക്ക് ഇത് വിടാം.